വീണ്ടും റോയൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹമാണെന്ന് കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിനായി വിശ്വസ്തയ്ക്കായി നന്ദി പറയുന്നു. ഇന്നത്തെ ഒരു വിചിന്തനത്തിനായി ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം നമുക്കെല്ലാം സുരിതമായ വേദഭാഗമാണ്. അതിൻ്റെ 1-19 മുതലുള്ള ഭാഗങ്ങളാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും. പൗലോസ് പറയുകയാണ്, 2 കാര്യമാണ് സഭയോട് പറയുകയാണ്. മനസ്സിലാക്കണം, താൻ ഫിലിപ്പിയ കാരാഗ്രഹത്തിലിരിക്കുമ്പോഴാണ് ഇത് എഴുതുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ, സഭയോട് പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാലും ആത്മാവിൻ്റെ, അതായത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും ഇത് എനിക്ക് കാരണമായി തീരും. അപ്പം നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യം, ഒരു സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. അത് സഭയുടെ പ്രാർത്ഥന. പൗലോസ് എഫീസ് ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ വചനം പറയാനായി നിൽക്കുമ്പോൾ എനിക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരാനായി പ്രാഗൽഭ്യത്തോടെ ഞാൻ സംസാരിക്കേണ്ടത് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥന വളരെ വിലയേറിയതാണ്. നമുക്കറിയാം, യേശു ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് ശിഷ്യന്മാരോട് പറയുന്നൊരു ഭാഗമുണ്ട്, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആക്ച്വലി കർത്താവിന് ആ സമയത്തൊരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. എന്നാൽ പോലും വരാനിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയെ തനിക്ക് ജയിക്കാൻ പ്രാർത്ഥനയുടെ ശക്തി വേണം. ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അതാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുമ്പോൾ, അവന് വിശ്വാസന നായകനും പൂർത്തി വരുത്തുന്ന കർത്താവിനെ നോക്കുവിൻ, മുൻപിലുള്ള സന്തോഷമോർത്ത് താൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്രൂശിന് എൻഡോർ ദ ക്രോസ് എന്നാണ് പറയുന്നത്, ഡിസ്പൈസ് ദ ഷെയിം ആൻഡ് സീറ്റഡ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഹെവൻലി ഫാദർ. അപ്പോൾ ഇവിടെ പൗലോസ് പറയുവാണ്, ഞാൻ അതിൽ നിന്ന് പുറത്തു വരുമെന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് വേർഡിൽ പറയുന്ന, ഫോർ ഐ നോ ദാറ്റ് ത്രൂ യുവർ പ്രേയേഴ്സ് ആൻഡ് ദ ഹെൽപ്പ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദിസ് വിൽ ടേൺ ഔട്ട് ഫോർ മൈ ഡെലിവറൻസ്. ഇതെൻ്റെ വിടുതലിനായിട്ടാകും. അപ്പോൾ ഏത് അവസ്ഥയിലിരുന്നാണെങ്കിലും ഈ സന്ദേശം കേൾക്കുന്ന വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ തളർന്നു പോകല്. പരാജയത്തിൻ്റെ ചിന്തകൾ നിങ്ങൾ മാറ്റിയേക്കണം. നിരാശയുടെ ചിന്തകൾ നിങ്ങൾ മാറ്റിയേക്കണം. അയ്യോ, അവരുടെ ജീവിതത്തിൽ വിടുതൽ നടന്നു, എൻ്റെ ജീവിതത്തിൽ വിടുതൽ കാണുന്നില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം, ഒത്തിരി താമസിക്കുന്നല്ലോ എൻ്റെ വിടുതൽ. നിങ്ങൾ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, പ്രാർത്ഥനയിൽ തുടരുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ആ ഫ്രണ്ട് സർക്കിളിൽ ഉള്ളവർ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവരോടും പറയുക, ഇതിലെല്ലാം ദൈവം ചെയ്യും. നമ്മുടെ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൂതന്മാർ മൂവ് ചെയ്യുന്നത്. ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. നമുക്ക് ഏറ്റവും നമ്മളെപ്പോഴും പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്നൊരു ഭാഗമാണ് പത്രോസ് താൻ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ സഭ തനിക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്, ഇൻ്റർസീഡ് ചെയ്യുകയാണ്. അവിടെ ആ സഭ പ്രാർത്ഥിക്കുന്നവർക്ക് യാതൊരു സാഹചര്യത്തിലും അങ്ങോട്ട് കയറി ചെല്ലാനൊക്കത്തില്ല. ഇന്നർ പ്രിസനാണ്, ആമത്തിലിട്ട് പൂട്ടിരിക്കുക. നമുക്ക് തന്നെ അറിയാം, അവിടെ 1-ാം കാവലും 2-ാം കാവലും ഇരുമ്പ് വാതിൽ അവർക്ക് വേണ്ടി തുറക്കുകയാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആമേൻ, അവരൊരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, പക്ഷെ ദൂതൻ അവിടെ ഇറങ്ങുകയാണ്. ചില വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ ആത്മാവിൽ ദർശിക്കുകയാണ്, ചില ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് തലമുറകൾക്ക് വേണ്ടി, തലമുറ വളരെ ദൂരെയാണ്, അവർക്ക് വേണ്ടി മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുക. പക്ഷേ നീ ഭാരപ്പെടേണ്ട, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൂതൻ ആ വിഷയത്തിൻ്റെ മേൽ ഇറങ്ങുകയാണ്. അതുപോലെ കർത്താവ് എന്നെ കാണിക്കുന്ന ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില നിയമക്കുരുക്കുകളിൽ, ചില പ്രത്യേക ചില വിഷയങ്ങളിൽ, ചില പ്രശ്നങ്ങളിൽ ദൂരെയാണ്. അവിടെ എങ്ങനെ ചിലപ്പോൾ സ്വന്തം നാട്ടിലേക്ക് കയറി വരാൻ കഴിയാത്ത വിഷയങ്ങളായിരിക്കാം, അല്ലെ ചില സാലറി ഇഷ്യൂസ്, മന്ത്ലി പേയ്മെൻറ്റ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കിട്ടേണ്ട കാര്യങ്ങൾ, അതെല്ലാം ബ്ലോക്കായി കിടക്കുമ്പോൾ അതിനുവേണ്ടി മമ്മി പപ്പ പ്രാർത്ഥിക്കണേ, എനിക്ക് ഇങ്ങനെ ചില പ്രയാസങ്ങളുണ്ട്
എന്ന് പറഞ്ഞ് മാതാപിതാക്കളോട് പറയുമ്പോൾ അവരത് ചർച്ചയിലും മറ്റുള്ളവരോടും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ ഹോരി ബാലറബന്ധന യേശുവിൻ്റെ നാമത്തിൽ ഇന്നും മറുപടി കിട്ടുന്നൊരു പകലാണ് ഞാൻ പറയുമ്പോൾ എത്ര പേര് യു ബിലീവ് ദാറ്റ് ട്രൂത്ത്, എത്ര പേര് ആ സത്യം വിശ്വസിക്കണം. പൗലോസ് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കും, ഒരു പക്ഷേ മേ ബി എന്നല്ല അദ്ദേഹം പറയുന്നത്, ടേൺ ഔട്ട് ഫോർ മൈ ഡെലിവറൻസ്. ഇതെൻ്റെ എന്തോ ടേൺ ഔട്ട് നിങ്ങൾ ചിന്തിക്കണം, തിരിയും കാര്യങ്ങൾ. ഹോരി ബലബറബ ശന്താനരബ യേശുവിൻ്റെ നാമത്തിൽ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് തിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുമ്പിലിരുന്നപ്പോൾ എന്തിനാണ് ഫറവോന് സൈന്യങ്ങളെ ദൈവം വിട്ടത്? എന്തിനാണ് വീണ്ടും വീണ്ടും ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയത്? ഞാൻ കാര്യങ്ങളെ തിരിക്കാൻ പോവുകയാണ്. ഇന്ന് എനിക്കറിയത്തില്ല, ഇന്ന് പരിശുദ്ധാത്മാവ് അവിടെ നിൽക്കാൻ എന്നോട് പറയുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാര്യങ്ങളെ കർത്താവ് തിരിക്കുകയാണ്. ഇപ്പോൾ നീ വേണം ഇങ്ങനെ പറയാം, നമ്മൾ ഫുട്ബോൾ കളിയൊക്കെ വാച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ടീമൊക്കെ അല്പം പിൻപിലാണ്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ ഏറ്റവും പുറകിൽ അവർ ചില മിനിറ്റുകളിൽ മുന്നേറുന്ന കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചില സെക്കൻഡുകളിലാണ് അവർ വിന്നറാകുന്നത്, പെട്ടെന്നാണ് ആ ഗോളടിക്കുന്നത്. അതുകൊണ്ട് നീ വളരെ പുറകിലാണ്, വളരെ പരാജയത്തിൻ്റെ വക്കിലാണ്. ഒരു വഴിയും നിൻ്റെ മുമ്പിലില്ല. പക്ഷേ കർത്താവ് കാര്യങ്ങളെ തിരിക്കാൻ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ഹല്ലേലൂയ, വലിയൊരു ദൈവസ്ഥാനത്തെ ഞാൻ അനുഭവിക്കുന്നു. കർത്താവ് കാര്യങ്ങളെ തിരിക്കാൻ പോവുകയാണ്. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ പൗലോസ് പറയുമോ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിൻ്റെ ഒരു സഹായം കണ്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു ഹെൽപ്പോടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവൻ തിരിയാൻ പോവുകയാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. കണക്ട് ചെയ്ത് ദൈവാത്മാവ് പറയുകയാണ്, ഹാമാൻ മോർദെഖായി തൻ്റെ മുമ്പിൽ എഴുന്നേൽക്കുന്നുള്ളത് കണ്ടപ്പോൾ താൻ ഓരോ പ്രാവശ്യവും തനിക്കെതിരെ ഉള്ള ആയുധങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കണം, മോർദെഖായി മാത്രമല്ല, യഹൂദനെ മുഴുവനായി പ്രതികൂലമിടാൻ, യഹൂദനെ മുഴുവൻ, ജാതിയെ മുഴുവൻ നശിപ്പിക്കാൻ. എന്നെ കേൾക്കുന്ന ജീവിതമേ, ഞാനൊരു സന്ദേശം തരാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുകയാണ്, യോഹന്നാൻ സുവിശേഷം 10:10 മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ ശത്രു വരുമ്പോൾ ഞാൻ വന്നത് ജീവനെ തരാൻ. ഐ കെയിം യു മേ ഹാവ് ലൈഫ് ആസ് അബണ്ടൻറ്റ്ലി, സമൃദ്ധമായ ജീവൻ എന്ന് പറയുമ്പോൾ ടു സ്റ്റീൽ ആൻഡ് കിൽ ആൻഡ് ഡിസ്ട്രോയ്. അപ്പോൾ അവൻ്റെ ലക്ഷ്യം നിന്നെ അല്ല, കുഞ്ഞെ പ്രാർത്ഥിക്കുന്ന ദൈവവേദലെ, നിന്നെ മാത്രമല്ല അവൻ്റെ ലക്ഷ്യം, നിൻ്റെ കുലമാണ്, നിൻ്റെ കുടുംബമാണ് അവൻ നോക്കിയിരിക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, അവൻ്റെ നോ വെപ്പൺ ദാറ്റ് ഇസ് ഫോംഡ് അഗൈൻസ്റ്റ് യു ഷാൽ പ്രോസ്പർ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുമ്പോൾ ആത്മാവിൻ്റെ ശക്തി വിഷയത്തിൻ്റെ മേൽ എവരി സ്ട്രോങ് ഹോൾഡ്സ് റൈറ്റ് നൗ ബി ബ്രോക്കൺ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പൊട്ടേണ്ടതെല്ലാം പൊട്ടട്ടെ, മാറട്ടെ, സ്വാതന്ത്ര്യം ലഭിക്കട്ടെ. ഇരുട്ടിൻ്റെ അവകാശങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ട് വരട്ടെ. ഞാനിത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു സഹോദരനോട് ഞാനിങ്ങനെ സാക്ഷ്യം പറഞ്ഞു. ഒരു ഭവനത്തിൽ പ്രത്യേക ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. 2 പേരുടെ ജോലി വിഷയം, 2 പേരുടെ, ഇത്രയും മാത്രം എനിക്ക് പറയാനൊക്കത്തുള്ളത്. എന്നാൽ ഒരു കർത്താവ് അവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രവർ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും, ചില ശുശ്രൂഷകൾ, പ്രത്യേക ചില മണ്ഡലങ്ങൾ, ഒരു പ്രൊഫറ്റിക് ആക്ട്. കർത്താവിൻ്റെ ശബ്ദം കേട്ടിയാണ് ചെയ്യുന്നു. കേൾക്കണമേ, ഒരാൾക്ക് പിറ്റേ ദിവസം ഓഫർ ലെറ്റർ ലഭിക്കുകയാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. മറ്റേ ആൾക്കും അടുത്തൊരു വാതിൽ തുറന്നു. ആ 2 വ്യക്തിയുടെ ഇന്ന് വീട്ടിലില്ല, 2 സ്ഥലത്ത് വേണേൽ ഇന്ന് നമ്മുടെ രീതി പറഞ്ഞാൽ ട്രിവാൻഡ്രം, എറണാകുളം എന്ന് വേണമെങ്കിൽ പറയാം, കേരളത്തിൻ്റെ തലസ്ഥാനത്ത് വേറൊരു സ്ഥലത്തുമായി വാതിൽ ദൈവം തുറന്നു. ഇതിനൊന്നും ഒത്തിരി സമയമൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ വിളിച്ച് പറയട്ടെ, 24 വിതിൻ 24 hours. യെസ്, പൗലോസ് പറയുകയാണ്, കാര്യങ്ങളെ തിരിക്കാൻ പോവുക. ഓരോ പ്രാവശ്യവും ഈ ഹാമാൻ മോർദെഖായിക്കെതിരെ ആയുധങ്ങൾ പണിയുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, താങ്ക് യു ലോർഡ്. സങ്കടത്തോട്, ദുഃഖത്തോട്, ഭാരത്തോടെ ഞങ്ങളെ കേൾക്കുന്ന ജീവിതങ്ങളോട് സ്വർഗത്തിലെ ദൈവം എന്നൊരു സന്ദേശം പറയുകയാണ്. നീ ഭാരപ്പെടേണ്ട ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടാൻ പോകുക. ദൈവത്തിൻ്റെ കരം ആ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടാൻ പോകുക. അഭിഷേകം ആ വിഷയത്തിൻ്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല.